ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കല്ലുമ്മക്കായ വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടേക്ക് പോവാം. പിന്നെ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷോർട്സ് ചെയ്യാന്നുള്ള രീതിക്ക് എടുത്തായിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, ഏതായാലും എടുത്ത ആ ക്ലിപ്പ് വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ആക്കാമെന്ന്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോവാം. അപ്പോൾ ആദ്യം തന്നെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലുമ്മക്കായാണ് വേണ്ടത്. അപ്പോൾ കല്ലുമ്മക്കായ് ഉപ്പും മഞ്ഞളും മുളകും കൂട്ടിയിട്ട് ഞാനിത് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സെയിം പാനിൽ തന്നെ ആ ഒരു നമ്മൾ പൊരിച്ച എണ്ണയില്ലേ, അതിൽ തന്നെ ഒരു ഉള്ളിയും 2 തക്കാളിയും 3-4 പച്ചമുളകും. ഉള്ളി നിങ്ങൾക്ക് 2 വരെയൊക്കെ യൂസ് ചെയ്യുക. ഇവിടെ വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഉള്ളി യൂസ് ചെയ്തത്. അപ്പോൾ ഉള്ളി നല്ലോണം സോട്ട് ചെയ്യുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ ഇത് സോട്ട് ചെയ്യുന്നതിന് ഉപ്പ് മാത്രം ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ആഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പൊടികൾ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇത് ചോറ് വെക്കുന്ന സമയത്ത് ചോറിൻ്റെ വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ടിട്ടാണ് ബാക്കിയുള്ള പൊടികളൊക്കെ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇടാം, അത് നിങ്ങളുടെ ചോയ്സാണ്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുന്ന ആ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഓലോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായതിന് ശേഷം കറാമ്പൂ ഏലക്കായും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് എന്താ പറയുക, ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ എത്രയാണോ നമ്മൾ അരി എടുത്തിരിക്കുന്ന ആ ഒരു രീതിക്ക് അതിന് കണക്കായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് അതിൽ ഉപ്പ് ഇട്ട് അത് ബോയിൽ ചെയ്യാൻ വെക്കുക. അപ്പോൾ അത് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ അരി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു അരി നമ്മൾ ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞളും ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഞാൻ കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടിയും കുറച്ചിട്ടും ഇരിക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഗരം മസാലയും പിന്നെ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്നുകൂടെ മൂടി വെക്കുക. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക. താഴേന്ന് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, ആ ഒരു രീതിക്ക് ചെയ്യുക. അപ്പോൾ അത് ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വറ്റി, എന്നാലും ഫുള്ളും വറ്റിയിട്ടില്ല, ആ ഒരു രീതിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക, നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ കല്ലുമ്മക്കായ. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കല്ലുമ്മക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കുക. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കൊന്ന് വെള്ളം, 5 മിനിറ്റ്സ് വേണ്ട, ആ ഒരു നമുക്ക് നോക്കിയാൽ മതി ആ ഒരു ടൈം. അപ്പോൾ അപ്പോഴത്തേക്ക് ഏകദേശം ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് ഭാഗം ഞാനിതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില, മല്ലി, പുതിന ചപ്പ് അതൊക്കെ ഇട്ട് ഒന്നും കൂടെ അത് മൂടി വെച്ച് എന്താ പറയുക, ഒന്നും കൂടെ ആ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമുക്ക് സ്വാദിഷ്ടമായ കല്ലുമ്മക്കായ ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളമൊക്കെ വറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് എന്താ പറയുക, മിക്സൊക്കെ ചെയ്ത് ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതാ വളരെ ടേസ്റ്റിയായ കല്ലുമ്മക്കായ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.